ഈ രാഹുൽ മാങ്കൂട്ടത്തെ റിനി വല വീശി പിടിക്കാൻ ഭയങ്കരമായിട്ട് നോക്കി. പക്ഷെ രാഹുൽ മാങ്കൂട്ടം ഒട്ടും അടുത്തില്ല. പിന്നെ വേറെ കുറേ പെൺകുട്ടികൾക്കൊക്കെ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് അടുപ്പമുണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ് നമ്മുടെ റിനിക്ക് ഒരു പ്രശ്നം ഉണ്ടായി. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് റിനി ആൻഡ് ജോർജ് വന്നിട്ട് സതീശനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഒന്ന് പറഞ്ഞത്, മനസ്സിലായോ? അപ്പം രാഹുൽ മാങ്കൂട്ടത്തിന് യഥാർത്ഥത്തിൽ റിനിയാൻ ജോർജിനോട് യാതൊരു വിധത്തിലുള്ള ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ റിനിയാൻ ജോർജ് പ്രതീക്ഷിച്ചെന്നറിയോ, രാഹുലിനെ വിവാഹം കഴിക്കണം, അല്ല രാഹുലുമായിട്ട് ചാറ്റ് ചെയ്യണം, അല്ല രാഹുലുമായിട്ട് റൂം ഷെയറിങ് ഉണ്ടാകണം, അങ്ങനെ അല്ലെങ്കിൽ ലിവിങ് ടുഗദർ വേണം, ഇങ്ങനെയൊക്കെ ആഗ്രഹിച്ചു. ഒരു പ്രാവശ്യം റിനിയാൻ ജോർജ് പറയുന്നതാണ്, നമ്മൾ ഒരു പുരുഷനുമായിട്ട് അല്ലെങ്കിൽ ഒരു ആൺ സുഹൃത്തുമായിട്ട് റൂം എടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്തെന്നറിയാമോ? നമുക്ക് ജസ്റ്റ് ഒന്ന് കിസ് ചെയ്യുക, ഒന്ന് ഹഗ് ചെയ്യുക, നമ്മുടെ കുറേ കാര്യങ്ങളൊക്കെ പറയുക, അതിനു വേണ്ടിയാണ് എടുക്കുന്നതെന്നാണ് റിനിയാൻ ജോർജ് പറഞ്ഞ് ഞാൻ കേട്ടേക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം ഇഷ്ടപ്പെട്ട പെൺകുട്ടികളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തെ ലാസ്റ്റ് ചതിക്കുക ഉണ്ടായത്. കാരണം അവരെല്ലാം വിവാഹം കഴിച്ചവരായിരുന്നു എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടം പിന്നീടാണ് അറിയുന്നത്. ഈയിടെ ഉണ്ടായ പ്രശ്നങ്ങളും ഇതെല്ലാം നോക്കുമ്പം രാഹുൽ മാങ്കൂട്ടം അറിയാതെ ചതിയിൽ പെട്ടുപോയെന്നാണ് എനിക്ക് തോന്നുന്നത്. രാഹുൽ മാങ്കൂട്ടത്തെ ജയിലിൽ അടച്ചപ്പോൾ റിനിക്ക് സന്തോഷമായി. റിനി ഡബിൾ 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 ഹാപ്പിയായി.